Praise the Lord. Hallelujah. Hope all are blessed. I hope all are happy. Hallelujah. സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. We have come into the middle of this last month of this year. God is doing great supernatural miracles in this Rehoboth group. So I invite everyone. We are having a Rehoboth Supernatural Miracle Google Prayer meeting. രാത്രി 8 മണിക്കാണ് 8 തൊട്ട് 9:30 വരെ. എല്ലാവരെയും ഞാൻ ആ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. This night you are going to be lifted up. You are going to be blessed. You are going to receive supernatural miracles. Hallelujah. So don't forget to join today's meeting. Hallelujah. എന്താ പറയുക, പൊടിയിൽ നിന്ന്, ആഷസിൽ നിന്ന് നമ്മളെ ബ്യൂട്ടിഫുൾ ആക്കുന്ന ഒരു സ്വർഗത്തിലെ കർത്താവിൻ്റെ കരത്തിലത്രേ നമ്മൾ ഇരിക്കുന്നത് മക്കളെ. Hallelujah. So don't worry, you are going to bloom, you are going to blossom. Hallelujah. Rikala rasiko rasya. ഒന്നേയുള്ളേനിക്കാനന്ദമുലകിൽ യേശുവേ സന്നിധി അടയുവതേ. അന്നേരം മമ മാനസഖേദം ഒന്നായകലും വെയിലിൽ ഹിമം പോൽ. ഒന്നേയുള്ളേനിക്കാനന്ദമുലകിൽ യേശുവേ സന്നിധി അടയുവതേ. മാനം ധനമീ മന്നിൻ മഹിമക ഒന്നും ശാന്തിയെ നൽകാനേ. ദാഹം പെരുകും തണ്ണീരൊഴികെ ലോകം വേറെ തരികില്ലറിക. ഒന്നേയുള്ളേനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അടയുവതേ. നീർത്തോടുകളിൽ മാനിയെപ്പോലെൻ മാനസമീശനിൽ സുഖം തേടി. വറ്റാനീവജലത്തിൻ നദിയൻ വരുമേ അകറ്റി നിർവ്വനിയരുളി. ഒന്നേയുള്ളേനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അടയുവതേ. Hallelujah. ഈ നിമിഷം വരെ ദൈവത്തിൻ്റെ തണലിൽ നമ്മളായിരുന്നു അല്ലേ. ഹാലേലൂയ. എത്രയോ ഈ ലോകത്തുള്ള എന്തൊക്കെയോ ദുഃഖങ്ങൾ, വിഷമങ്ങൾ, വ്യാകുലതകൾ ഒന്നും നമ്മളെ തകർത്തിക്കളയുവാൻ പരിശുദ്ധാത്മാവ് അനുവദിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈ പ്രഭാതി വീണ്ടും സന്തോഷത്തോടെ അപ്പൻ്റെ പാദപീഠത്തിൽ നമുക്കായിരിക്കാൻ കഴിയുന്നത് മക്കളെ. ഹല്ലേലൂയ. ആ നീർത്തോടുകളിലേക്ക് ഓടിച്ചെല്ലാൻ കാംക്ഷിക്കുന്ന പോലെ ദൈവത്തിൻ്റെ ആ ജീവജലത്തിലേക്ക് ഓടി വരുവാൻ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതി നമ്മളെക്കുറിച്ച് ആലോചന പറയുന്നു. കുടാരഗതികസ്യ റീമാരവശന്തര ഭീകലഭാരഗതേ. കണ്ണുനീർ താഴ്വരയാണോ ഭാരപ്പെടേണ്ട, ഈ ജീവജല നദിയിലെല്ലാം ഉണ്ട്. ഹാലേലൂയ. ഓ റീമാനാരബ ഷേക്കോ റസിഖാലാലബ. ഈ ജീവജല നദിക്ക് കഴിയാത്തതായി ഒന്നുമില്ല ദൈവമക്കളെ. ഓ റീഖാരാബ. അസ്ഥി താഴ്വരകളെ സൈന്യമായി എഴുന്നേൽപ്പിച്ച ജീവജല നദിയാണിത്. മരിച്ച എത്രയോ ദൈവ പുരുഷന്മാർ, ദൈവ മക്കളെ ഉയർത്തെഴുന്നേൽപ്പിച്ച ജീവജല നദിയാണ്. ഈ നദി നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമുക്കെല്ലാം ഉണ്ട് ദൈവമക്കളെ. ഈ നദി
നമ്മളിലൂടെ ഒഴുകാൻ നമ്മൾ നിമിഷം തോറും നമ്മൾ അനുവദിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സകലത്തിൻ്റെ മേലും നമുക്ക് ജയമെടുക്കുവാൻ കഴിയും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവാകുന്ന ആ ജീവജല നദിയെക്കുറിച്ചാണ് ഈ പ്രഭാതി പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ ഈ ഭൂമിയിലുള്ള ഓരോ കാര്യങ്ങളെ സഹായിക്കുവാൻ, നല്ല സഹായകനായി, നല്ല സഖിയായി, നമ്മളെ ശക്തീകരിക്കുവാൻ, നമ്മളെ ബലപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. ഈ പ്രഭാതത്തിൽ ആരെങ്കിലും എന്നെ കേൾക്കുന്നവർ രക്ഷിക്കപ്പെട്ടു, ഇതുവരെയും പരിശുദ്ധാത്മാ അഭിഷേകം പ്രാപിക്കാത്തവർ ഈ വചനത്തിൻ്റെ മുന്നിൽ നിങ്ങളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ? ഹല്ലേലൂയ. Without the Spirit of God, you cannot testify God. You cannot do anything in this world. You cannot walk in this Christian life. Rimanara labishekamara siko rasikalaba. Oh, if you are thirsty for God, if you want to fill with the Holy Spirit, you can also call to me. I will pray for you, and God will definitely fill you with this. Hallelujah. Holy Spirit. Hallelujah. So let us go to today's verse. ഒരു ചെറിയ ഒരു തോട്ട് നമുക്ക് ചിന്തിച്ച് ഈ വചനധ്യാനം അവസാനിക്കുക. ഇന്ന് രാത്രി അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയാണ് എല്ലാ തേഴ്സ്ഡേയ്സും നടക്കുന്നത്. അതിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദർ ഇസ് നോ റെസ്ട്രിക്ഷൻ ഫോർ എന്താ പറയുക, ഇന്ന കാറ്റഗറി അങ്ങനൊന്നുമില്ല. സകല മാനവരാശിക്കും വേണ്ടിയിട്ടാണ് എൻ്റെ കർത്താവ് കാൽവരി ക്രൂശിൽ തകർക്കപ്പെട്ട ദൈവമക്കളെ. എല്ലാവർക്കും ആ മീറ്റിങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ വിഷയങ്ങൾക്ക് ഇൻഡിവിജ്വലി I will pray for you. വചനത്താൽ നിങ്ങൾ ബലപ്പെടുക. വചനമാണ് നമ്മളെ നിലനിർത്തുന്നത് ദൈവമക്കളെ. ഹല്ലേലൂയ. Without the word of God you can't stand. Hallelujah. In this world അത്രയ്ക്കും ദുഷ്ടലോകമായിക്കൊണ്ടിരിക്കുവാണ്. ഹല്ലേലൂയ. ഓ രാമനാര ശകലബ ഋതികോ രസികരബ. So let us go to today's promise. Today's promise is from Isaiah 11:1. എന്താണ് Isaiah 11:1 says, then a shoot, the Messiah, will spring from the stem of Jesse, that is David's father, and a branch from his roots will bear fruit. Hallelujah. Karaba seko rasi karaba shandaraba. എന്നാൽ ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും, അവൻ്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, ഇതിൻ്റെ ഇറ്റ്സ് മെഷിഹ വിൽ സ്പ്രിങ് ഫ്രം ദ സ്റ്റംപ് ഓഫ് ജെസ്സി. എന്താണ് ഈ സ്റ്റംപ്? ഹല്ലേലൂയ. സ്റ്റംപ് എന്ന് പറഞ്ഞ് ഇറ്റ് സിംബലൈസസ് ദ ഫോളൻ സ്റ്റേറ്റ് ഓഫ് ഡേവിഡ്സ് റോയൽ ലൈൻ ആഫ്റ്റർ ദ ബാബിലോൺ എക്സൈൽ. നമുക്കറിയാം ഹല്ലേലൂയ, ഒരു വല്ലാത്തൊരവസ്ഥയിലൂടെ ഹല്ലേലൂയ ബാബേൽ പ്രവാസത്തിന് ശേഷം ദാവീദിൻ്റെ രാജകീയ വംശത്തിൻ്റെ ഒരു തകർച്ചയുടെ സമയത്ത് ഹല്ലേലൂയ വരുന്ന ഒരു പ്രവചനമാണ്. ഹല്ലേലൂയ. ഈ കുറ്റി മരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. മരണത്തിൽ നിന്ന് ജീവൻ കൊണ്ടുവരുവാൻ ദൈവത്തിന് ശക്തി ഉണ്ട് എന്നിവിടെ പറയുകയാണ്. ഹല്ലേലൂയ. റിഖാലാം രാസിക്കോ റസിയ. നമുക്കറിയാം നിരവധി തലമുറകൾക്ക് ശേഷം യോസേഫിനും മറിയത്തിനും അല്ലെങ്കിൽ യേശു കർത്താവിനെ സ്വർഗത്തിലെ കർത്താവ് ലോകരക്ഷിതാവായി കൊടുത്തു. അങ്ങനെയാണ് പുൽത്തൊട്ടിയിൽ യേശു ജനിച്ചത്. ഹല്ലേലൂയ. കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ വന്നത് നിങ്ങൾക്ക് ഐ കെയിം ടു ദിസ് വേൾഡ് ടു ഗിവ് യു ലൈഫ് ഇൻ അബൻഡൻസ്. നിങ്ങൾക്ക് ജീവൻ നൽകുവാൻ, സമൃദ്ധിയായി ജീവൻ നൽകുവാൻ അത്രേ ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്. ഹല്ലേലൂയ.
ഓ റീക്കോ റസി ഖാരാബ, ആ പഴയ നിയമ ജനം മുഴുവൻ കാത്തിരുന്ന ഹല്ലേലൂയ ശാഖയാണ് യേശു. ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഏറെ കാലമായി കാത്തിരുന്ന ആ ഷൂട്ടാണ്, ശാഖയാണ്, ആ കുറ്റിയാണ് യേശു. ഹല്ലേലൂയ. നമുക്കറിയാം ദാവീദിൻ്റെ രാജവംശം ക്ഷയിച്ചും അത് തകർന്ന് ഇസ്രായേൽ ജനത്തിനെ നയിക്കാൻ ആരുമില്ല. അങ്ങനെ തകർന്ന് കിടക്കുന്ന ഒരവസ്ഥയിലാണ് ഈ പ്രവചനം വരുന്നത്. ഓ റീക്കോ റസി, കർത്താവ് വീണ്ടും ദാവീദിൻ്റെ സിംഹാസനത്തിന് യേശുവിനെ നൽകി. ഹല്ലേലൂയ. അങ്ങനെ Jesus was, hallelujah. Oh, Jesus the branch brought life into the world. എങ്ങനെയാണ് ദൈവമക്കളെ? He hanged on the cross. സകല മാനവരാശിയുടെ പാപങ്ങളും he bore the griefs, the sorrows, the sickness, നമ്മൾ കടന്നു പോകുന്ന സകല കഷ്ടതകളും, നമ്മുടെ എല്ലാ സിക്നസ്സസിനും ഡിസീസിനും വേണ്ടി. ഹല്ലേലൂയ. ഓ റീക്കോ റസി ഖാറാബറസിയ. നമ്മൾ പുതിയ നിയമം വായിക്കുമ്പം മരണത്തോളം അനുസരണയുള്ളവനായി ദൈവത്വം എല്ലാം മാറ്റിവെച്ച് ഹല്ലേലൂയ താണഭൂമിയിൽ വന്ന് മരണത്തോളം താൻ അനുസരണയുള്ളവനായി ഹല്ലേലൂയ അറുക്കാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ അവൻ തകർക്കപ്പെട്ടു. ദൈവമക്കളെ, ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മുടെ ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ഈ രക്ഷ ഏറ്റെടുക്കാത്തവരോട് പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ നിങ്ങളെ വീണ്ടും ഓർപ്പിക്കുകയാണ്. ബൈബിൾ പറയുകയാണ്, the wages of sin is death. പക്ഷേ at the Lord, യേശു കർത്താവിൽ നിങ്ങൾ വിശ്വസിക്കുകയാണ്, ആ കാൽവരി ക്രൂശിലെ യാഗത്തെ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ your death situation will be turned to life. നിങ്ങൾക്ക് ജീവൻ ലഭിക്കും. നിങ്ങളുടെ ജീവിതം ഒരു പുതിയ ഹല്ലേലൂയ, നിങ്ങളൊരു പുതിയ സൃഷ്ടിയായി തീരും. ഹല്ലേലൂയ. ഇതൊരു മതമാറ്റമല്ല ദൈവമക്കളെ. നിങ്ങളെ ഒരു മതമോ നിങ്ങളെ റിലീജിയനോ മാറ്റിയിട്ട് എനിക്കൊന്നും ലഭിക്കാനില്ല. ഹല്ലേലൂയ. ഈ സുവിശേഷം നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ കേൾക്കുന്നു. ഇനി ഇത് കേൾക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസിലൂടെ വരും കാലങ്ങൾ കടന്നു പോവുകയാണ്. കർത്താവിൻ്റെ വരവ് അടുത്തു. ഹല്ലേലൂയ. ശത്രു അവൻ്റെ അമിത ബലത്തോടെ നിന്ന് ജനത്തെ ഹല്ലേലൂയ നിത്യ നരകത്തിലേക്ക് ഇടാൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഈ സത്യ സുവിശേഷം നിങ്ങൾ തള്ളിക്കളയരുതേ. ഉദാലക ദിഗസ്യ റീമാൻ അപശന്തരബേ. രണ്ട് കാര്യങ്ങൾ, രണ്ട് കൂട്ടരോട് ഈ പ്രഭാതി പരിശുദ്ധാത്മാവ് പറയുവാണ്. ഒന്ന്, രക്ഷിക്കപ്പെടാത്തവരോട്. രണ്ട്, രക്ഷിക്കപ്പെട്ടിട്ടും പിന്നും പഴയ ലൈഫിൽ പഴയ രീതിയിൽ ജീവിക്കുന്നവരോട്. ഉദാലക ദിഗസ്യ സത്യത്തെ അറിഞ്ഞിട്ടും ജീവനുള്ള ദൈവത്തെ അറിഞ്ഞിട്ടും ഇപ്പോഴും വിഗ്രഹങ്ങളുടെ പുറകെ ഹല്ലേലൂയ ജാതികൾ ജീവിക്കുന്നത് പോലെ ജീവിക്കുന്നവരെ ഹല്ലേലൂയ പുറമേ നോക്കുമ്പോൾ അവരെല്ലാം രക്ഷിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. ഓ രാമര ശകലബ. പക്ഷേ കർത്താവ് നോക്കുന്നത് നമ്മുടെ ഹൃദയമാണ് ദൈവമക്കളെ. നമ്മുടെ ഉള്ളമറിയുന്ന അഗ്നിജ്വാലയ്ക്കത്തുള്ള ഒരു കർത്താവ് നമുക്കുണ്ടെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം ദൈവമക്കളെ. ഓ രാമാനാരാബ ശാഖാലാബ റീത കറസ്യ. ഹിയർ സീ ദ സ്റ്റംപ് became a branch and bore fruit, which is a transformative impact of Jesus ministry. നിങ്ങൾ ഇന്ന് രാത്രി ദൈവം എനിക്ക് തന്നിരിക്കുന്ന ദൂത് നിങ്ങൾ കേൾക്കുമ്പോൾ you are going to be shocked, because പരിശുദ്ധാത്മാവ് ശക്തമായ പ്രഭാതം മുതലേ ആ ഒരു വിഷയത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഒരമാനാശിക്കാരാബ. ഇനി എന്താ പറയുക, ആ ട്രീക്ക് അത് ഡെഡായി, ഇനി അതിൽ നിന്നൊന്നും പുറത്ത് വരത്തില്ല എന്ന് പറഞ്ഞെടുത്തെന്ന് ഹാലയിൽ ഒരു ഷൂട്ട് വരികയാണ്, ഒരു മുള പൊട്ടി വരികയാണ് ദൈവമക്കളെ. ഓ റീക്കോ റസിക്കാരാബ. അത് മുളയിട്ടു, അത് ഇലകൾ വന്നു, പൂക്കൾ വന്നു. ഇറ്റ് ബാഡ് ഫ്രൂട്ട്. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കും നമ്മുടെ സിറ്റുവേഷൻ, നമ്മൾ കടന്നു പോകുന്ന വിഷയങ്ങൾക്ക് ഇനി ഒരിക്കലും അവിടെ ഒരു മുള പൊട്ടി വരാൻ ചാൻസ് ഇല്ല. അത് ഉണങ്ങി അസ്ഥി താഴ്വരയിൽ പ്രവാചകനോട് കർത്താവ് ചോദിച്ചതുപോലെ അവിടെ അസ്ഥി കഷ്ണങ്ങൾ ഇങ്ങനെ ചിതറി കിടക്കുകയാണ് അസ്ഥി താഴ്വരയിൽ. ഇതിന് ജീവൻ വരുവാൻ, ഇത് എഴുന്നേൽക്കും എന്ന് നീ വിശ്വസിക്കുന്നോ എന്ന് പ്രവാചകനോട് കർത്താവ് ചോദിക്കുമ്പോൾ പ്രവാചകൻ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. കുദാരക ദിഗസ്യ
അവിടെ കർത്താവ് പ്രവാചകനോട് ചോദിക്കുക, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. അങ്ങനെ പ്രവാചകൻ പറയുന്നു, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ അസ്ഥികളെ നോക്കി ഹല്ലേലൂയസിക്ക് പ്രവാചകൻ പ്രവചിക്കുകയാണ് ദൈവമക്കളെ. ഓ റിബാറാസിയ, today, this morning, hallelujah. Oh, God is telling us that God is going to bring life to your dry situation. Hallelujah. No matter what your life looks like, but you are going to still live again. Hallelujah. You might say, oh, 2025, hallelujah. Many of you may be saying, oh, 2025 എനിക്ക് വേദനകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇതുവരെയും ഹാലയിൽ ഞാൻ ഒരു ശേഷിപ്പും കണ്ടില്ല എൻ്റെ ലൈഫിൽ എന്ന് പറയുന്നവർക്ക്, ടുഡേ if you believe now, today you are going to receive a miracle. Kudala sakaralaba orimana barasiko rasi. God is telling that you can still live again. Do not be discouraged. Never give up. Hallelujah. Orimana laba shakalaba. Even when you feel there is no way out, remember that God, ദൈവം നമ്മുടെ അഭിഷേകത്തിൻ്റെ മേൽ കണ്ണടച്ചു മതിയാക്കി എന്നല്ല ദൈവമക്കളെ. God is still working, bringing every dead thing back to life. എല്ലാം നശിച്ചു പോയി, എല്ലാം എന്താ പറയുക, അസ്ഥിയുടെ അവസ്ഥയായി, അസ്ഥി താഴ്വരയുടെ അവസ്ഥയായി എന്ന് പറഞ്ഞ വിഷയങ്ങളുടെ മേൽ ദൈവം അതിലേക്ക് ലൈഫ് കൊണ്ടുവരാൻ പോവുക. ഹല്ലേലൂയ. രോഗസൗഖ്യമാണോ? ഹല്ലേലൂയ. അല്ലൊരു സാമ്പത്തിക വിഷയമാണോ? ഹല്ലേലൂയ. യുവർ ഹീലിംഗ് വിൽ സ്പ്രിങ് ഫോർത്ത് ക്വിക്ക്ലി ബൈ ഹിസ് മൈറ്റി ഹാൻഡ്. ഹല്ലേലൂയ. കർത്താവിന് കഴിയാത്തതായി ഒന്നുമില്ല ദൈവമക്കളെ. ഓ റീമാരാബ ഷകലബ ഓ റീകോ റസി. ഒരു വഴിയുമില്ലെന്ന് നിങ്ങൾക്ക് തോന്നിയാലും, ഓ എല്ലാം അവസാനിച്ചു എന്ന് പറയുന്നവരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ ഇന്ന് ഈ വചനത്തിൻ്റെ മുന്നിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയാണെങ്കിൽ, നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ, ഹല്ലേലൂയ ഖാരാബ ഷിക്കോ റസി ഖാരാബ, ഈ നിമിഷം ഈ വചനത്തിൻ്റെ മുന്നിൽ ദൈവം ഒരത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ചെയ്യാൻ പോവുക. ഓ റിഖാറാബ റസിക്കോ റസിയ. ഏത് പോലത്തെ അവസ്ഥയാണെങ്കിലും ആ അവസ്ഥയിൽ നിന്ന് ഒരു സൈന്യത്തെ എഴുന്നേൽപ്പിക്കുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും ദൈവമക്കളെ. ഓ റീഖാലാബ്രാസി. ഒരു വഴിയും ഇല്ലെന്ന് നിങ്ങൾക്ക് തോന്നിയാലും, ഹല്ലേലൂയ, അവസാനിച്ചു എന്ന് പറഞ്ഞ വിഷയങ്ങളുടെ മേൽ ഓ ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് അത്ഭുതം ചെയ്യാൻ പോവുക. അൽക്കലാലബ ശന്തരബേ റിക്കോ റബസന്തര ബീഖലബ റിഗോ രഹസ്യ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, താങ്ക് യു ജീസസ് ഫോർ ദിസ് വണ്ടർഫുൾ മോർണിംഗ് ഡാഡി. O Ramana Shakalaba Ritiko Rasikalaba Rico Rasikaraba Remere Seandaralaba. Thank you, Jesus, for our Jesus, Daddy. Oh, Heavenly Father, in the mighty name of Jesus Christ, we pray that. Thank you, Jesus, for Jesus in our life, Daddy. Thank you, Jesus, for the branch from Jesse's line, Daddy. Oh, Rikalabras, you bring life to us even where something seems dead, Daddy. Oh, ഈ ദിവസങ്ങളിലെല്ലാം കർത്താവേ, എത്ര പേരെ മരിച്ചു. ഹല്ലേലൂയ. ഇനി ഒരു ഹല്ലേലൂയ ഡെഡ് സിറ്റുവേഷൻ, ഇനി അതിൽ നിന്നൊരു മുള പൊട്ടി വരില്ല എന്ന് പ്രതീക്ഷ അറ്റ വിഷയത്തിന് മേൽ ദൈവം അത്ഭുതം ചെയ്തു ഡാഡി. ഓ അങ്ങനെ അവസ്ഥകളിലൂടെ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ let your resurrection power flow into their life today, Daddy, in this morning. Oh rikamara siko rasikaralaba athana barala shakalaba rikaba baba. Daddy, revive all our broken heart and all the weary soul, Daddy. Turn every moments of despair into dancing once again, Daddy. Oh, let everyone, especially Daddy, oh Rikalabrasya, ഈ നിമിഷം വരെ ഒരു വിടുതൽ കാണാതെ മടുത്തിരിക്കുന്നവരുടെ മേൽ ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. Heal them, Daddy. Restore them, Daddy. Oh Rimana Shakalaba, renew their faith, Daddy, in the mighty name of Jesus Christ. Let the fruit of your grace and
healing blossom within us, Daddy. Let your hallelujah, let everyone's life become a great testimony of your unending love, Daddy. Oh Ramana Shakalaba, those who have not received Jesus Christ as Savior and Lord, let them receive Jesus Christ as Savior and Lord today itself, Daddy. Oh Rika Baras, ഈ വചനം, ഈ മെസ്സേജ് കേൾക്കുവാൻ പരിശുദ്ധാത്മാവ് ആരെല്ലാം ആഗ്രഹിക്കുന്നു അവരെല്ലാം കൊണ്ട് പരിശുദ്ധാത്മാവ് വചനം കേൾപ്പിക്കണമേ. അവരുടെ മേൽ ജീവൻ വ്യാപരിക്കണമേ. രോഗികൾ സൗഖ്യം പ്രാപിക്കണമേ കർത്താവേ. ഓ, അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ വലിയ ഗ്ലോറി ഇറങ്ങണമേ കർത്താവേ. ഇന്നത്തെ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹപ്രദമാക്കി പരിശുദ്ധാത്മാവ് മാറ്റുതരായി സ്തോത്രം. എല്ലാ മഹത്വവും എൻ്റെ സ്വർഗത്തിലെ കർത്താവ് മാത്രം എടുത്താട്ടെ. സകല പ്രാർത്ഥന യാചനയെ പറ്റിക്കൊണ്ടിരിക്കായി സ്തോത്രം. സാലോ ഞങ്ങൾക്ക് മേടിച്ചു വെച്ച് യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. Thank you Jesus, thank you Holy Spirit. So I'll be posting the link in the group and the status. You can enter into that link. It is a Google link, Google Meet ആണ്, not Zoom. അതിനകത്ത് കയറി നിങ്ങൾക്ക് മീറ്റിങ്ങിനകത്ത് കയറാം. മീറ്റിംഗ് 8 മണിക്ക് രാത്രി ആരംഭിക്കും. സെക്കൻഡ് ഹാഫ്, ഫസ്റ്റ് ഹാഫ് ഞാനായിരിക്കും ശുശ്രൂഷി, സെക്കൻഡ് ഹാഫ് ഒരു ഗസ്റ്റ് പാസ്റ്റർ ഉണ്ടായിരിക്കും ശുശ്രൂഷിക്കാനായിട്ട്. ഓരോ ആഴ്ചയും ദൈവത്തിൻ്റെ അത്ഭുത ശുശ്രൂഷയാണ് ഈ റഹബോത്ത് ഗ്രൂപ്പിലൂടെ കർത്താവ് തന്നുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങളെ മിസ്സാക്കരുത്. മാസത്തിൻ്റെ അവസാന ദിവസങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ വലിയ ചെയ്യാൻ പോവുക ഈ ദിവസങ്ങളിൽ. സോ ഗെറ്റ് റെഡി ഫോർ ദാറ്റ് മീറ്റിംഗ്. പ്രേഫുള്ളി നിങ്ങൾ കടന്നു വരിക. കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിൽ വലിയ ചെയ്യാൻ പോവുക ദൈവമക്കളെ. ഇഫ് യു വാണ്ട് ടു നോ മോർ അബൌട്ട് ദ സാൽവേഷൻ ക്ലാസ്സസ്, ഓഫ് യു ഹാവ് എനി പ്രയർ റിക്വസ്റ്റ്, രോഗികളായിട്ടുള്ളവർ ഹല്ലേലൂയ, ആരെങ്കിലും രോഗത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു വരുന്നവരുണ്ടോ, ഏത് വിഷയമായിക്കോട്ടെ നിങ്ങൾക്ക് എന്നെ വിളിക്കാം, എനിക്ക് പ്രാർത്ഥിച്ചു തരാം. എന്താ പറയുക, നിങ്ങളുടെ മീറ്റിങ്ങിനകത്താണെങ്കിലും ഇഫ് യു ഷെയർ യുവർ പ്രയർ റിക്വസ്റ്റ്, ഐ വിൽ ബി പ്രേയിങ് ഫോർ ദാറ്റ്. So we'll meet on next day with another blessing word, prophetic word from God. May God bless you all. Please share these videos, this message to your friends also, and let everyone be blessed. May God bless you. Bye bye. പിന്നെ ഒരു വിഷയം കൂടി നിങ്ങളോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ അനേക ICUവിൽ രോഗത്തിൻ്റെ അവസ്ഥയിൽ കിടക്കുന്നവർ ഇനി മടങ്ങി വരില്ല എന്ന് ഡോക്ടേഴ്സ് തള്ളിയ കേസുകളിൽ പരിശുദ്ധാത്മാവ് സൂപ്പർ നാച്ചുറൽ മിറക്കിൾസ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ കോൾ മീ. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ത്രൂ ഫോൺ ഞാൻ പ്രാർത്ഥിക്കാം. ഈവൻ ഇഫ് യു വോണ്ട് മീ ടു കം ആൻഡ് പ്രേ ഫോർ യു ഓൾസോ, ഇറ്റ്സ് ഓക്കെ, ഐ ക്യാൻ കം. സോ അങ്ങനെയുള്ളവർ, അങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ അവർക്ക് എൻ്റെ നമ്പർ ഷെയർ ചെയ്ത് കൊടുക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട്. മൈ നമ്പർ ഇസ് 8138814577. ബൈ ബൈ. May God bless you.